ടീന ഫ്രണ്ട്സുമായി പാർട്ടി കഴിഞ്ഞ് കാറിൽ വരികയാണ്. മറുവശത്ത് ഫാണി ആഹാനെ അന്വേഷിച്ച് നടക്കുകയാണ്. ടീനയും ഫ്രണ്ട്സും മദ്യപിച്ചാണ് കാറിലിരിക്കുന്നത്. അതുമല്ല കാർ സ്പീഡിൽ ഓടിക്കുകയും കൺട്രോൾ ഇല്ലാതെ പോകുന്ന കാർ ഒരു കൊക്കയിലേക്ക് മറിയാൻ പോവുകയാണ്. കാർ പതുക്കെ പതുക്കെ താഴേക്ക് പോകുന്നത് കണ്ട് 4 പേരും പേടിച്ച് അലറി വിളിക്കുകയാണ്. കാറിന്റെ ഡോർ തുറക്കാൻ 4 പേരും ശ്രമിച്ചു നോക്കുകയാണ്. ലോക്ക് വീണതുകൊണ്ട് അവർക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. 4 പേരും പേടിച്ചിരിക്കുകയാണ്. ആ സമയം ആഹാന പകുതി നാഗമായി മാറി വാലുകൊണ്ട് കാറിനെ വലിച്ചു മുകളിലേക്ക് കൊണ്ടുവരികയാണ്. കാറിന്റെ അകത്തിരിക്കുന്ന അവർക്ക് കാർ മുകളിലോട്ട് പോകുന്നതായി മനസ്സിലാവുകയാണ്. ഇതേ സമയം ആഹാനെ അന്വേഷിച്ച് ഫാണി ആ വഴി പോവുകയാണ്. കാർ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് ടീന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ടീന നാഗത്തിന്റെ വാല് കാണുന്നു. അത് കണ്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ടീന. തുടർന്ന് ആഹാന കാറിനും കാറിന്റെ അകത്തിരിക്കുന്ന 4 പേർക്കും ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായി അവരെ മുകളിലെത്തിക്കുകയാണ്. രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അവർ ആശ്വാസത്തോടെ ഇരിക്കുന്ന സമയം ടീന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആഹാനയെ അവിടെ വരുന്ന ഫാണി കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ആഹാനെ കാണുന്ന ടീന എനിക്ക് ആഹാന അവിടെ നിൽക്കുന്നത് പോലെ തോന്നിയത് എന്താണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് ടീന. ആഹാനയും കൊണ്ടുവരുന്ന ഫാണി ആഹാനയോട് നാഗറാണി എന്താണ് ചെയ്യാൻ പോയത്? എനിക്കൊന്നും അറിയില്ല ഫാണി, എനിക്ക് അസാധാരണമായി എന്തൊക്കെയോ തോന്നുകയാണ്. ആ ക്ഷേത്രവും ബുക്കും എല്ലാം എന്നോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആഹാന പറയുന്നത് കേൾക്കുന്ന ഫാണി ആഹാനെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തുന്ന അവർ 2 പേരും ആ ബുക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം 6 നഗകന്യകമാരുടെയും കണ്ണുകൾ തിളങ്ങുകയാണ്. ബുക്കിന്റെ പേജുകൾ ഓരോന്നായി മാറുകയാണ്. അത് കാണുന്ന ആഹാന എന്താണ് ഫാണി ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ നാഗറാണിയോട് പറഞ്ഞിട്ടുള്ളതാണ്, ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ ബുക്ക് വഴി 6 നാഗകന്യകമാർ നാഗറാണിക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഈ ബുക്കിൽ കൂടി അവർ നമ്മളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ ഫാണി പറയുന്ന സമയം 6 നാഗകന്യകമാരുടെയും കണ്ണിലെ പ്രകാശം ഒരുമിച്ച് ആ ബുക്കിൽ പതിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പിക്ചറായി മാറുകയാണ്. അത് കാണുന്ന ആഹാനയ്ക്ക് രാജ്യത്തിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുകയാണ്. എപ്പോഴെല്ലാം നമ്മുടെ രാജ്യത്തിന് ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നാഗകന്യകമാർ അവരുടെ ജീവൻ അപകടത്തിലാക്കി ഈ രാജ്യത്തെ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആഹാന ഇന്ത്യയുടെ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണ്. അടുത്ത സീനിൽ ചങ്കിസ്ഥാൻ കാണിക്കുകയാണ്. ഭാഷ പർമീത്തിനും പർജീത്തിനും ഇന്ത്യയുടെ മാപ്പ് നോക്കി ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 25 വർഷമായി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പ്രാവശ്യം ശ്രമിച്ചു നോക്കിയതാണ്, അവസാന പരാജയമാണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് നമ്മൾ തോറ്റു കൊടുക്കില്ല. ഈ രാജ്യത്തിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പ്രശ്നമുണ്ടാക്കണം, അതിന് ഹിന്ദുക്കളിൽ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഭാഷ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് പർമീത്തും പർജീത്തും. ആ സമയം അവരുടെ അടുത്ത് ഭാഷ വളർത്തുന്ന നാഗം വരുന്നു. ആ നാഗത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് 2 പേരും. ആ നാഗം അവരുടെ മുന്നിലായി കിടക്കുകയാണ്. പർമീത്തും പർജീത്തിനും മാപ്പ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ശേഷം എല്ലാവരും കണ്ണാടി വെക്കുകയാണ്. എന്നിട്ട് ഭാഷ നാഗമണിക്ക് എടുക്കുന്നു. നാഗമണിക്ക് കയ്യിലെടുക്കുന്ന ഭാഷ മുമ്പ് നമ്മൾ പരാജയപ്പെട്ടത് ശക്തി നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മുടെ കൂടെ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം നമ്മൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഭാഷ. മറുവശത്ത് ആഹാന ഫാണിയോട് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ല ഫാണി, എനിക്കൊരു കാര്യം മാത്രം അറിയാം, നമ്മുടെ രാജ്യം വലുതാണ്, നമ്മുടെ ശത്രു എത്ര തന്ത്രശാലി ആയാലും ഒരു തെളിവ് എനിക്ക് കിട്ടാതിരിക്കില്ല, ഞാൻ കണ്ടുപിടിച്ച് അയാളുടെ അടയാളം പോലും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആഹാന. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.